35 വർഷമായി ഈ കോർപ്പറേഷൻ വിജയകരമായി പ്രവർത്തിക്കുകയാണ്. ഓരോ വർഷവും ഏതാണ്ട് 150 കോടി രൂപയുടെ വർക്കുകൾ ചെയ്യും. കഴിഞ്ഞ സാമ്പത്തിക വർഷം 1.5 കോടി രൂപ ലാഭത്തിലായിരുന്നു. ഇവർക്ക് ഗവൺമെൻറ് നല്ല ഈ സ്റ്റാഫിനൊന്ന് ശമ്പളവും മറ്റു കാര്യങ്ങളോ കൊടുക്കുന്നത്. ഇതെല്ലാം കോർപ്പറേഷനാണ് വഹിക്കുന്നത്. ഇതിൻ്റെ എല്ലാ ചെലവുകളും കോർപ്പറേഷൻ തന്നെ. ഗവൺമെൻറ്റിൽ നിന്ന് ഒരു പൈസ പോലും ഇവർക്ക് കൊടുക്കാറില്ല. ജീവനക്കാരെല്ലാം അഡ്വോക്ക് ബേസിലുള്ളവരാണ്. റിട്ടയർ ചെയ്തവരെ പ്രൊഫഷണലായിട്ടുള്ള കഴിവുള്ള ആളുകളാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വളരെ എഫക്റ്റീവായൊരു പ്രവർത്തനം അവർ കാഴ്ചവെക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ആ പ്രവർത്തനങ്ങളൊന്ന് വിലയിരുത്തുകയായിരുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്, എന്തെല്ലാം അവരുടെ പ്രയാസങ്ങൾ എന്തെല്ലാമാണ്, ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്, അതെല്ലാം ഞാൻ വളരെ ശ്രദ്ധാപൂർവം കേട്ടു. DGP ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഞങ്ങളതെല്ലാം ചെയ്യാമെന്ന് അവരോട് സമ്മതിച്ചിട്ടുണ്ട്. ഏറ്റവും നൂതനമായ ഒരു പദ്ധതി ഇപ്പോൾ ഇവർ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ ദീർഘകാലമായി കെട്ടിക്കിടക്കുന്ന പല വസ്തുക്കൾ, ഇതെല്ലാം പൊതുജനങ്ങൾക്കും പോലീസിൻ്റെ ദൈനംദിന പ്രവർത്തനത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ ലോറികൾ പിടിച്ചിട്ട് ആ ലോറിയുടെ പുറത്ത് വലിയ മരങ്ങൾ കിളിച്ച് നിൽക്കുന്നു. അവിടെ പാമ്പ്, ഇഴജന്തുക്കളൊക്കെ വന്നിട്ട് വളരെ ബുദ്ധിമുട്ട്. ഇതൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്, ഒരു ഡിസ്പോസലും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞങ്ങളതിന് ഒരു പദ്ധതി റിക്ലൈം, റിന്യൂ, റിവൈവ് എന്ന പേരിൽ KPSC ഒരു പദ്ധതി തയ്യാറാക്കുകയാണ്. അപ്പോൾ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ CERO കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ്. നവരത്ന കമ്പനിയാണ്. മിനി നവരത്ന മിനറൽസ് ആൻഡ് മെറ്റൽ ട്രേഡിംഗ് കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലുള്ള ടെക് മഹേന്ദ്ര അവരുടെ ടെക്നിക്കൽ അസിസ്റ്റൻസോടുകൂടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നവരത്ന കമ്പനി, മിനി നവരത്ന കമ്പനിയായ സീറോ, അവരുമായിട്ട് KPSC സംസാരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരപ്പോൾ അതുമായിട്ട് ആലോചിച്ച് ഈ വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ, എന്താണ് സ്ക്രാപ്പ്, റിക്ലൈം, റിന്യൂ, റിവൈവ്, അത് നമ്മുടെയാണ്, നമ്മുടെ ടാഗ് ലൈനാണ്. സ്പേസ് എന്നാണ് KPSC ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അത് സ്ക്രാപ്പ് പ്രോസസ്സിംഗ് ഫോർ ഏരിയ ക്ലീനപ്പ് ആൻഡ് എൻഹാൻസ്മെൻറ്റ് സ്പേസ് ഇനിഷ്യേറ്റീവ്. സ്പേസ് എന്നുള്ളതിൻ്റെ എല്ലാവരും ചെയ്യുന്ന പേര് സ്ക്രാപ്പ് പ്രോസസ്സിംഗ് ഫോർ ഏരിയ ക്ലീനപ്പ് ആൻഡ് എൻഹാൻസ്മെൻറ്റ്. അത് KPSCയുടെ ഒരു പ്രോജക്റ്റായിട്ട് അവർ അവതരിപ്പിക്കുകയാണ്. അതിന് മിനിരത്ന കമ്പനി, കേന്ദ്ര ഗവൺമെൻറ് മിനിരത്ന കമ്പനിയായ സീറോ എന്ന് പറയുന്ന കമ്പനിയുമായി ചേർന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ചെയ്യണം. അതിനാവശ്യമായ നിർദ്ദേശം DGP അത് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ, ഓരോ SP-മാർ താഴോട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കും. കാരണം ഇത് വലിയ ശല്യം, ബുദ്ധിമുട്ടുമാണ് ജനങ്ങൾക്കും. ഒന്നാം പോലീസ് സ്റ്റേഷൻ സ്ഥലമില്ല, ഈ സ്ക്രാപ്പെല്ലാം കൂടെ കൂടിക്കിടന്ന് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതിയെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. അത് ഇനിയും DGP ആണ് ചെയർമാൻ ഇതിൻ്റെ. അദ്ദേഹവും മറ്റു ഉദ്യോഗസ്ഥന്മാരെ ആലോചിച്ച് മറ്റ് നടപടികൾ കൈക്കൊള്ളുന്നതാണ്. അല്ല, അതെല്ലാം അവർ തയ്യാറാക്കുന്നു. KPSCക്ക് തയ്യാറാക്കാമല്ലോ. DGP ആണല്ലോ ചെയർമാൻ. അവരത് ആലോചിച്ചാൽ ഇതൊരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അവരിങ്ങനൊരു സ്പേസ് എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നൊരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ നിയന്ത്രണത്തിലും നേതൃത്വത്തിലും നടക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും അതിന് മറ്റ് ഡീറ്റെയിൽസ് അവർ വർക്കൗട്ട് ചെയ്യും. നമുക്ക് ആവശ്യം പോലീസ് സ്റ്റേഷനുകളുടെ പ്രിമിസസ് ക്ലീൻ ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആളുകൾക്ക് സ്വൈര്യമായി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കാണാനുള്ള അവസരം, സ്പേസ്, ഇതെല്ലാം ഒരുക്കുക ഒക്കെയാണ്. അതുപോലെ തന്നെ ഇന്ന് ഞങ്ങളെല്ലാ വർക്കുകളും ഒന്ന് റിവ്യൂ ചെയ്തു. സമയബന്ധിതമായി വർക്കുകൾ പൂർത്തിയാക്കാനും അതോടൊപ്പം തന്നെ ക്വാളിറ്റി അഷ്വർ ചെയ്യാനും, ഇവരുടെ വർക്കുകൾക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്, അത് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. അത് ഉറപ്പുവരുത്താനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. കേന്ദ്ര ഗവൺമെൻറ് ചില പദ്ധതികളുടെ പണമുണ്ട്, കേരള ഗവൺമെൻറ്റിൻ്റെയും പണമുണ്ട്.
കേരള ഗവൺമെൻറ് ബഡ്ജറ്റ് വിഹിതമാണ്. കേന്ദ്ര ഗവൺമെൻറ് വിവിധ മോഡേണൈസേഷൻ്റെ വിവിധ പ്രോജക്റ്റുകൾക്കാണ് കേന്ദ്ര ഗവൺമെൻറ് പണം കൊടുക്കുന്നത്. അതനുസരിച്ചുള്ള വർക്കുകൾ അവർ മുന്നോട്ട് കൊണ്ടുപോകും. ഇതാണ്. പിന്നെ ഞങ്ങളുടെ ഇപ്പം ഇവർ പോലീസിൻ്റെ വർക്ക് മാത്രമല്ല, ഫോറസ്റ്റ്, ഇറിഗേഷൻ, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഹെൽത്ത്, LSGD അല്ലേ, അനിമൽ ഹസ്ബൻഡറി, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വർക്കും എഫക്റ്റീവായി ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റീസ്, അതെ. അതുപോലെ പോലീസിലെ തന്നെ ഫയർഫോഴ്സ്, പ്രിസൺ, വിജിലൻസ്, അതുകൂടൊക്കെ ഇനി ഇതുവഴി ചെയ്യാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുക. കാരണം അപ്പോൾ ഒരു ഉത്തരവാദിത്വം വരുമല്ലോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കൂടുതൽ വർക്ക് അവർക്ക് ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയും. സ്റ്റേഷന് മുന്നിൽ കിടക്കുന്ന വാഹനങ്ങൾ മാത്രമാണോ അത് മറ്റിടങ്ങളിൽ? ഒരു മുൻ മുഖ്യമന്ത്രിയുടെ വീടിൻ്റെ മുന്നിൽ 10 വർഷത്തിലധികമാണ് ഒരു പോലീസ് വണ്ടി കട്ടപ്പുറത്തിടുന്നത്. അതല്ല, എവിടെ പോലീസിൻ്റെ വണ്ടി സ്ക്രാപ്പായിട്ടുണ്ടോ അതൊക്കെ അവർ വർക്കൗട്ട് ചെയ്ത് എങ്ങനെ വേണം. പോലീസിൻ്റെ സ്റ്റേഷനിലല്ലാതെ ഇപ്പോൾ PHQയിലുണ്ടാവും, ജില്ലകളിലെ പോലീസ് കാര്യാലയത്തിലുണ്ടാകും അല്ലേ. അപ്പോൾ അതെല്ലാം നോക്കി അത് കണക്കെടുക്കുമല്ലോ അവർ. ഇതെല്ലാം സ്റ്റേഷനിൽ ആവശ്യമില്ലാതെ കെട്ടിക്കിടക്കുന്നത്, ഓടിക്കാൻ ഒരു മാർഗമില്ലാത്തത്, സ്ക്രാപ്പായി കിടക്കുന്നത്, അതെല്ലാം ആ ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യും. അല്ല, അത്തരമുള്ളത് മാറ്റിയിടും, അത് വേറെ സ്ഥലത്തേക്ക് മാറ്റും. പോലീസ് സ്റ്റേഷനിൽ ഇത് അത് ഉണ്ടാവില്ല. അതിനുള്ള പൊതു സ്ഥലങ്ങളുണ്ടാവില്ല. കേസ് കിടക്കുന്ന കേസ് അത് ഇനിഷ്യേറ്റീവ് തീർക്കാൻ നോക്കും. അങ്ങനെയൊക്കെയുള്ളൊരു ഒരു പ്രോഗ്രാമാണിത്. ഇറ്റ്സ് ആൻ ഇനിഷ്യേറ്റീവ് ഫ്രം ദ കേരള പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ടു ക്ലീൻ അപ്പ് ദ പോലീസ് സ്റ്റേഷൻസ്, പ്രിമിസസ് ഓഫ് ദ പോലീസ് സ്റ്റേഷൻസ്. അത് കുറേ കാലമായിട്ട് എല്ലാവരും പറയുന്നത്, ആര് കണ്ടാലും എന്നോട് പറയുന്നത് ഇതാണ്. ഈ പോലീസ് സ്റ്റേഷനിൽ കിളിച്ച് നിൽക്കുന്ന, സ്റ്റേഷനിലെ വണ്ടിയിൽ കിളിച്ച് നിൽക്കുന്നു, ആല് കിളിച്ച് നിൽക്കുന്നു, ഇതൊക്കെ ഒന്ന് മാറ്റിക്കൂടെ എന്നൊക്കെ എല്ലാവരും ചോദിക്കും. അത് പെട്ടെന്ന് ചെയ്യും, പെട്ടെന്ന് അതൊക്കെ വർക്കൗട്ട് ചെയ്യും. ഇല്ല, അതൊക്കെ പെട്ടെന്ന് അവർ, അത് ഞാനല്ലോ, അവർ വർക്കൗട്ട് ചെയ്യുമല്ലോ. അതെ, കിടപ്പുണ്ട്. ശരിയാണ്. അതിനകത്തൊക്കെ ഈ ആല് കിളിച്ച് നിൽക്കുന്നത്. ഇല്ല, ആദ്യം അവർ ചെയ്യുന്നത് ഇതിൻ്റെ കണക്കെടുപ്പ് നടത്തും. ആദ്യം പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ തന്നെ അല്ലേ, ചീഫ് എഞ്ചിനീയറാണ്, അവർ കണക്കെടുപ്പ് നടത്തും. നടത്തിയിട്ട് DGP, ഇതിന് കമ്മിറ്റി ഉണ്ടല്ലോ, ഇവർക്കൊരു കമ്മിറ്റി ഉണ്ട്, ചെയർമാൻ DGP ആയിട്ട് അത് അവർ വർക്കൗട്ട് ചെയ്യും. ഗവൺമെൻറ് തന്നെ ഏജൻസി തന്നെ ഇത് പരിവാഹൻ സൈറ്റിൽ കൂടെ ഈ പർട്ടിക്കുലർ വാഹനത്തിന് ഇത് ക്ലോസ് ചെയ്യും. ഇത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണ്. ഇതിനകത്ത് വേറെ സുതാര്യമായിട്ടുള്ളൊരു സ്കീമാണ്. അത് ഓൾറെഡി ഇത് നമ്മുടെ ഇവിടെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും കിടക്കുന്ന വാഹനങ്ങളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ല, അതല്ലേ അവർ വർക്കൗട്ട് ചെയ്യട്ടെ. Kerala Police Housing Construction Corporation is a nodal agency, a corporation for the Kerala Police. This organization is functioning for the last 30 years, and they have done an excellent work. And all they will construct. 2,000 crores. They had already done 2,000 crores worth rupees of programs. They will construct a housing for the police. They will construct their quarters, then the police stations, and so many other works they are undertaking. Today they are going to initiate a new program to clean the premises of the police station. Scraps are laying down for a long time, and there won't be any place even for the people to come there and give their representation to the concerned police officers. So in order to clean up the premises, with the help of a central government mini Navaratna company called Zero, MMTC and Mahendra Tech, they are all associated with that company, that mini Navaratna, and KPSCC will have a coordination with them and try to clean up all the premises of the police stations. It's a new initiative. അതൊക്കെ ഇന്നലെ പറഞ്ഞാണല്ലോ. എല്ലാ ദിവസവും ചോദിച്ചാൽ വേറെ റിപ്പോർട്ട് SIT DGPക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് പഠിച്ചിട്ട് അല്ല എനിക്ക് തരുന്നത്, ഹോം മിനിസ്റ്റർക്ക് തരുന്നത്. എനിക്കിതുവരെ കിട്ടിയിട്ടില്ല, അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്.
അദ്ദേഹം അത് പഠിച്ച് പ്രോസസ്സ് ചെയ്ത ശേഷം ഗവൺമെൻറ് സമർപ്പിക്കും. അതിന് ശേഷമാണല്ലോ മറ്റ് നടപടി ഉണ്ടാകുന്നത്. റിപ്പോർട്ട് കിട്ടാതെ എങ്ങനെയാണ് എന്താ അതിനകത്തുള്ളത് എന്താണെന്ന് എനിക്കറിയാൻ പറ്റും. അല്ല, അത് ആദ്യം റിപ്പോർട്ട് കിട്ടട്ടെ. റിപ്പോർട്ട് കിട്ടാതെ നമ്മൾ പറയുന്നത് ശരിയല്ലോ. ഞാൻ പറയുന്നത് തെറ്റല്ലേ? കാരണം റിപ്പോർട്ട് കാണാതെ റിപ്പോർട്ടിലെ കാര്യം എന്നതാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഐ ഷുഡ് നോട്ട് ഡു ലൈക്ക് ദാറ്റ്. മറ്റൊന്ന് ഈ വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം സഭയിൽ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ഈ കൂടിയാലോചന ഇല്ലാതെ നടന്നതിനാലാണോ അത്തരം ഒരു പ്രശ്നത്തിലേക്ക്? അല്ല, അതിനുള്ള മറുപടി മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ പറയുമല്ലോ. പിന്നെ അടിയന്തര പ്രമേയത്തിനകത്ത് ആരോപണം ഉന്നയിക്കാൻ ഇന്ന് വരെ ആർക്കും കഴിയാം. റൂൾസ് ഓഫ് പ്രൊസീജിയർ അനുസരിച്ച് 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആളല്ലേ ബഹുമാനായ പ്രതിപക്ഷ നേതാവ്. ഒരിക്കലും റൂൾ 50-ക്കകത്ത് അഴിമതി ആരോപണം ഉന്നയിക്കാൻ പറ്റില്ല. ഞാൻ തന്നെ സഭയിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നത്. 2, റൂൾ 50-ക്കകത്ത് ഏതെല്ലാം അനുവദിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ട സ്പീക്കറാണ്. അപ്പോൾ സ്പീക്കറുടെ അനുമതി ഇല്ലാതെ അദ്ദേഹം ഇത് ഉന്നയിച്ചത് തന്നെ ശരിയായില്ല. ക്രിസ്ത്യൻ സഭകളിൽ നിന്ന് ന്യൂനപക്ഷങ്ങളിൽ നിന്നൊക്കെ വലിയ വിമർശനം വരുന്നത് പുനഃപരിശോധിക്കാതെയാണ്. അല്ല, അതൊക്കെ മറുപടി വരട്ടെ. മറുപടി നാളെ മുഖ്യമന്ത്രി തന്നെ പറയുമല്ലോ. എവിടെയാണ്? ഇപ്പം തുടക്കമല്ലേ, കൈയല്ലേ പോയിട്ടുള്ളൂ. ഇനി എന്തെല്ലാം പോകുമെന്ന് ആർക്കറിയാം. 10 വർഷം അധികാരത്തിലിരുന്ന ആളുകളാണെന്നുള്ള കാര്യം അവർ ഓർക്കണം. പോലീസുകാരെ ആക്രമിക്കുന്ന ആളുകളെ ആരും വെറുതെ വിടില്ല. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക, പ്രതിയെ മോചിപ്പിക്കുക, പോലീസുകാരെ ആക്രമിക്കുക, ഇതൊന്നും ഇവിടെ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ആരാണെങ്കിലും ശക്തമായ നടപടി ഉണ്ടാവും. സമരം ചെയ്യുന്നതിന് ഞങ്ങളാരും എതിരല്ല. ജനാധിപത്യ രാജ്യത്ത്, പാർലമെൻ്ററി ജനാധിപത്യമുള്ള രാജ്യത്ത് സമരം ചെയ്യാനും അവരുടെ അവകാശങ്ങൾ ഉയർത്താനും ആരും എതിരല്ല. പക്ഷേ നിയമപാലകരായി പോലീസുകാരെ കയറി ആക്രമിക്കുക, അവരെ അടിക്കുക, വിരൽ തകർക്കുക, അവരെ ബോംബെറിയുക, ഇതൊന്നും ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. അക്കാര്യത്തിൽ വളരെ ശക്തമായ നടപടി ഉണ്ടാകും. അത് കിട്ടുമ്പോൾ ഞാൻ അസംബ്ലി പറയുമെന്നല്ലേ പറഞ്ഞിട്ട്. അതിപ്പോൾ പ്രചരിക്കുന്നുണ്ട്. റോഡിനകത്ത് നിന്ന് വെള്ളം ഒരു കുപ്പിക്കകത്ത് ആരോടെ. പക്ഷേ അത് ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. ലെറ്റ് ദ കമ്മീഷണർ ഓഫ് പോലീസ് ട്രിവാൻഡ്രം വിൽ he told me that he has sent the water to the laboratory. Let the report come. അപ്പോൾ അതിനകത്തെല്ലാം വരുമല്ലോ. കുറേ നാളുകളായിട്ട് ഈ വെള്ളം ചീറ്റുന്നില്ലായിരുന്നല്ലോ. കാരണം ഇത് തെരഞ്ഞെടുപ്പും മറ്റൊക്കെ ആയതുകൊണ്ട്, സമരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വാട്ടർ എന്താണ് ഇതിന് പറയുക, വാട്ടർ ക്യാനനെ വെറുതെ കിടക്കുകയായിരുന്നു. അപ്പോൾ തുരുമ്പിച്ചതാകാം. ഞങ്ങൾ സമരം ചെയ്തപ്പം അതിനോട് പലരും പറഞ്ഞു ആമയിഴഞ്ചാൻ തോട്ടിലെ വെള്ളമാണ് ഞങ്ങളെ അടിക്കുന്നതെന്ന്. ഇപ്പം ഏതായാലും അങ്ങനെ പറഞ്ഞില്ലല്ലോ ആരും. പക്ഷേ പോലീസ് അങ്ങനെയൊന്നും ചെയ്യാറില്ല. അതൊക്കെ ആളുകൾ വെറുതെ പറയുന്നതാണ്. വാട്ടർ അതോറിറ്റിയിലെ വെള്ളമാണ്, കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഇപ്പോഴും അതേ വെള്ളം തന്നെയാണ് പലപ്പോഴും വെള്ളം ചീറ്റുന്നത്.